പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനവും അതുപോലെ തന്നെ യു ഡി എഫിലേക്കുള്ള എൻട്രിയും വളരെ നാടകീയമാണെന്ന് പൊതുജനത്തിന് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. പി വി അൻവർ കേരളത്തിൽ പത്രമാധ്യമങ്ങളിൽ മാത്രം സ്റ്റാറായി നിൽക്കുന്ന ആളാണ് എന്ന പ്രചരണവും ശക്തമാകുന്നുണ്ട്. പക്ഷേ പി വി അൻവറിൻ്റെ എൻട്രി, യു ഡി എഫ് എൻട്രിക്ക് പാരവെച്ചത് വി ഡി സതീശനാണെന്ന പച്ച പരമാർത്ഥവും പി വി അൻവർ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പി വി അൻവർ വി ഡി സതീശനോട് പരസ്യമായി മാപ്പ് പറഞ്ഞു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പി ശശിയാണ് തനിക്ക് ഈ വി ഡി സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പരാതി തന്നത്. 150 കോടി രൂപയുടെ അഴിമതി യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ പി ശശി ഉറപ്പ് നൽകി. അതിനെ തുടർന്നാണ് താൻ ആ ആരോപണം ഉന്നയിച്ചത് എന്ന് പി വി അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പി വി അൻവറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ, അതായത് പി വി അൻവർ വച്ചിരുന്ന ഉപാധികൾ, ഒന്ന് ഈ പി വി അൻവർ CPM ബാന്ധവം ഉപേക്ഷിച്ച് തീർത്തും സ്വതന്ത്രനായി മാറിയ സമയത്ത് തന്നെയാണ് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത്. വയനാട് എന്ത് വന്നാലും പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി ചിത്രം കഥയുമൊക്കെ ആദ്യമേ തന്നെ മാറിപ്പോയി. പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കണമെങ്കിൽ സതീശൻ, അതായത് വി ഡി സതീശൻ നേരിട്ട് വിളിക്കണമെന്ന ഒരു ഉപാധി പി വി അൻവർ വച്ചിരുന്നു. ആദ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പാലക്കാട് DMK സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വിളിക്കണം. അന്ന് ആ ഉപാധി പ്രതിപക്ഷ നേതാവ് പാലിച്ചു. കാരണം തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് അൻവറിനോട് വിട്ടുവീഴ്ച ചെയ്ത് വി ഡി സതീശൻ അൻവറിനെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ചേലക്കരയിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നായിരുന്നു അൻവർ മുന്നോട്ട് വെച്ച ഉപാധി. പക്ഷേ അത് കോൺഗ്രസ് പാലിച്ചില്ല. അങ്ങനെ കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിരുന്നു അൻവർ. അതുപോലെ ഇപ്പോൾ യു ഡി എഫിന് നിരുപാധിക പിന്തുണയും സതീശനോട് മാപ്പപേക്ഷയും ഒരു പരസ്യ മാപ്പിരക്കുന്ന രീതിയിലേക്ക് 3 മാസം കൊണ്ട് ചിത്രമാകെ മാറി. ആദ്യം കടുത്ത ഉപാധികൾ പ്രതിപക്ഷ നേതാവിന് മുന്നിൽ ഉയർത്തിയ പി വി അൻവർ 3 മാസം കഴിയുമ്പോഴേക്കും വി ഡി സതീശൻ്റെ കാല് പിടിക്കുന്ന ഒരു ഗതികേടിലേക്ക് അധപ്പതിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പി വി അൻവറിൻ്റെ മാപ്പ് പറച്ചിൽ വി ഡി സതീശൻ സ്വീകരിച്ചു. അതുപോലെ തന്നെ യു ഡി എഫിനുള്ള പിന്തുണയും സ്വീകരിച്ചു വി ഡി സതീശൻ. എന്നാൽ വി ഡി സതീശൻ ചെയ്ത മറ്റൊരു കാര്യം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കും. പി വി അൻവറിന് നേരെ വാതിൽ തുറന്നിട്ടില്ല, വാതിൽ അടച്ചിട്ടുമില്ല എന്നാണ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞ നിസ്സംഗമായ ഒരു മറുപടിയാണ്. എന്നാൽ പി വി അൻവർ യു ഡി എഫ് മുന്നണിയിലേക്ക് വരുന്നതിനെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് ശക്തമായ ഒരു മുന്നണി, ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യം കേരളത്തിലുണ്ടാകും എന്ന തരത്തിലുള്ള പ്രചരണം അവർ നടത്തുന്നുണ്ട്. അപ്പോഴും വി ഡി സതീശൻ ഇടഞ്ഞു തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവറിൻ്റെ യു ഡി എഫ് എൻട്രിക്ക് കൊള്ളി വെച്ചത് വി ഡി സതീശനാണ്. വളരെ തന്ത്രപരമായിട്ടാണ് ആ കൊള്ളി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ അൻവറിൻ്റെ ക്യാമ്പിലുള്ള ആളുകളും പറയുന്നു ഈ ഒരു എൻട്രി, അതായത് കുറച്ചുകൂടി മയപ്പെടുത്തി കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. വേറൊന്നുമല്ല, കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിക്കുന്ന തരത്തിൽ 1-2 പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. അതായത് പി വി അൻവർ നടത്തി. ഒന്ന്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം DCC പ്രസിഡൻ്റായിട്ടുള്ള VS ജോയിയെ നിയോഗിക്കണം, അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കണം. അദ്ദേഹത്തിന് മലയോര കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം, വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹം നിന്നാൽ 30,000 വോട്ടിന് വിജയിക്കുമെന്നാണ് പി വി അൻവർ പറഞ്ഞത്. ഇതാണ് യു ഡി എഫിലും കോൺഗ്രസിലും കല്ലുകടിയായത്. ഇയാൾ ആരാ നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ, സ്ഥാനാർത്ഥിയെ പറയാൻ? ഇയാൾ നമ്മുടെ മുന്നണിക്കകത്തില്ല, ഇയാൾ കോൺഗ്രസിലില്ല, ഇയാളിപ്പോൾ MLA പോലുമല്ല, ഒരു സാധാരണ വോട്ടർ മാത്രമാണ്. അപ്പോൾ ഇയാൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്, അയാൾ എന്തിനിത് പറയുന്നു? അപ്പോൾ ഈ ഭാവിയിലും യു ഡി എഫ് മുന്നണിയിലെടുത്താൽ ഇതുപോലെയുള്ള കൊസ്രാക്കൊള്ളികൾ പി വി അൻവർ ഉന്നയിക്കുമെന്ന ഒരു സന്ദേഹം യു ഡി എഫിലെ പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തത്. കോൺഗ്രസ് ആദ്യം തീരുമാനമെടുക്കട്ടെ, കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും UDF മുന്നണി എന്ത് തീരുമാനമെടുത്താലും ലീഗ് അതിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നയപരമായി ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നത്. മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യം. ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ, അദ്ദേഹത്തിൻ്റെ തറവാട്ട് മണ്ഡലമാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നഗരസഭാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ ആര്യാടൻ ഷൗക്കത്തിന് ആ സീറ്റ്, നിലമ്പൂർ സീറ്റിൽ കണ്ണുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താനാകും സ്ഥാനാർത്ഥി എന്ന പ്രതീക്ഷയിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം PV അൻവർ പറഞ്ഞ മറുപടി എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയക്കാരനാണോ സിനിമാക്കാരനാണോ? അദ്ദേഹം സിനിമാക്കാരനാണ് എന്നാണ് എൻ്റെ ധാരണ എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അറിയില്ല എന്ന് പറഞ്ഞു.
പിന്നീട് എന്തുകൊണ്ടും ഈ സ്വന്തം ക്യാമ്പിലുള്ള ആളുകൾ തന്നെ തിരുത്തി കാണും. അതുകൊണ്ട് പിന്നീട് ആ ആരോപണം മയപ്പെടുത്തി. ആര്യടൻ ഷൗക്കത്ത് നിന്നാലും താൻ പിന്തുണയ്ക്കും എന്ന് മയപ്പെടുത്തി പറയേണ്ടി വന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നെ ആര്യടൻ ഷൗക്കത്തിനെ ഇകഴ്ത്തിക്കാട്ടി. ഇതെല്ലാമാണ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണമോ എടുക്കണ്ടയോ എന്നൊരു ആശയക്കുഴപ്പത്തിൽ കൊണ്ടെത്തിച്ചതെന്നാണ് PV അൻവറിൻ്റെ ക്യാമ്പിലുള്ളവർ തന്നെ പറയുന്നത്. അത് UDF എൻട്രിയെ പ്രതികൂലമായി ബാധിച്ചു എന്ന വിശ്വാസവും അവർക്കുണ്ട്. ഏതായാലും അൻവർ ഇനി കാര്യങ്ങൾ നീക്കുന്നത് കുറെ കൂടി തന്ത്രപരമാകും എന്നതിൽ തർക്കമില്ല. പേടിയോ? എനിക്കോ? ചിരി പുളിക്കും. എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ തന്നെയാ. വാ വന്ന് കഴിക്ക്. ദാ നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. നീയാ ഇവരെ വഷളാക്കുന്നത്. പിള്ളേരല്ലേ. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. ഇനി തൈരിൽ മതി പുളിയും പുളിയില്ലാത്തത്. കേട്ടല്ലോ? മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.